മുസ്ലിം ലീഗ് എന്നാൽ അത് മലപ്പുറം പാർട്ടിയല്ല എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ മുസ്ലിം ലീഗ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് ഇല്ല. പക്ഷെ എന്നാലും UDFന്റെ അടുക്കൽ നിന്ന് ചില സീറ്റുകൾ ചില സമയങ്ങളിൽ വാങ്ങി വിജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരവിപുരം മണ്ഡലത്തില്, അതേപോലെ തന്നെ പുനലൂരിൽ ഇരവിപുരം മണ്ഡലത്തിൽ വിജയിച്ചിട്ടുമുണ്ട്, പുനലൂരിൽ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അഖിലേന്ത്യാ തലത്തിലേക്ക് കൂടി പാർട്ടി മാറുകയാണ്. ഡൽഹിയിൽ മുസ്ലിം ലീഗ് ആഫീസ് ഉണ്ടായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണിത്? വെറും ചാടാന്നുള്ളതല്ല, അതിനപ്പുറം ഒന്നും പറയാനില്ല. പണം ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ, പെരുത്ത പണമുണ്ട്, പൂത്ത കാശുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറയുന്നത് പോലെ. ആ പണം ഉപയോഗിച്ച് തലസ്ഥാനത്തൊരെണ്ണം അങ്ങാകാം. സാധാരണക്കാരൻ വീടില്ലാതെ വിഷമിക്കുന്ന ആ തരത്തിൽപ്പെട്ട ഒരുപാട് പേര് ഒക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ആ ജുമാ മസ്ജിദിൻ്റെ സമീപത്തുള്ള മുസ്ലിം കുടുംബങ്ങൾ തന്നെ. വീടില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ധാരാളം പേരുണ്ട്. അവരിൽ നിന്നാണ് ഈ അസ്വസ്ഥത ഉണ്ടാവുകയും ഗവൺമെൻറ്റിനെതിരായിട്ടും അരാജകത്വത്തിലേക്കും വർഗീയതയിലേക്കും ഒരു പക്ഷേ അക്രമങ്ങളിലേക്കുമൊക്കെ പുറപ്പെടാൻ സാധ്യതയുള്ളത്. അതുണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ രക്ഷയ്ക്കൊന്നുമല്ല, ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു രമ്യഹർമ്മം ഡൽഹിയുടെ ഹൃദയത്തിൽ തന്നെ അവർ സ്ഥാപിച്ചിരിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ പേര് ഇതേ മില്ലത്തെന്ന്. മനസ്സിലാവുന്ന ഭാഷയിലൊന്നും, ഇന്ത്യക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്നും അവർ എഴുതാറില്ല. അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതവരുടെ ഇഷ്ടം, പാർട്ടിയുടെ ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്താനുഭവം എന്ന് പറയുന്നത്, ആ പാർട്ടിയുടെ കൊടിയിൽ വേണ്ടത് ചന്ദ്രക്കലയാണ്, ചിഹ്നമായിട്ട് വേണ്ടത്. പക്ഷേ ചന്ദ്രക്കലയല്ല ഇവിടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സിമ്പലായിട്ടുള്ള കോണിയാണ്. അല്ലെങ്കിൽ കോണി എന്ന് അവിടെ പറയും, നമ്മൾ ഏണി എന്ന് പറയുന്ന സാധനം ആണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഇത്രയധികം തൻ്റെ ഇടമില്ലാത്ത, ആത്മാഭിമാനം പണയം വയ്ക്കുന്ന ഒരു പാർട്ടി എന്തിനാ പിന്നെ ഇങ്ങനെ ഒന്ന് അവിടെ പോയി സ്ഥാപിച്ചത്? ഒരു തരം ഒളിച്ചു കടത്തൽ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഒരൊറ്റ കൊടി പോലും ഉയർത്താൻ കഴിയാതിരുന്ന ആത്മാഭിമാന ക്ഷതം അത് ഏറ്റുവാങ്ങിയ പാർട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വളരെ രസകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ചടങ്ങിലേക്ക് വയനാട്ടിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ദാക്ഷിണ്യം കൊണ്ട് ജയിച്ച പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിച്ചിരുന്നു, MP. അവർ പങ്കെടുത്തില്ല. അതിൽ വളരെ പരിഭവമുണ്ട് മുസ്ലിം ലീഗിന്. പക്ഷേ ഒന്നും പറയാതെ എല്ലാം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കാരണം എന്താ കാര്യം? BJPയെയും മോദിയെയും ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ CPMനെ ഒന്ന് മാറ്റാം. നടക്കുമെന്ന് തോന്നുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മോദിയെ ഒന്ന് മാറ്റാനുള്ള മാർഗം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്ന് ഉള്ള തിരിച്ചറിവുമുണ്ട്. പിന്നെ നമ്മൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ട് വേറെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാം എന്നുള്ള ഒരു ദാർഢ്യത്തോടും കൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 78 വർഷത്തിന് ശേഷമാണ് ഖാദൈ മില്ലത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനം അവിടെ സ്ഥാപിക്കുന്നത്. 78 വർഷത്തെ ചരിത്രമുള്ള, കോൺഗ്രസിനോളം ചരിത്രമുള്ള ഒരു പാർട്ടിയാണ്, തലപ്പൊക്കമുള്ള പാർട്ടിയാണത്. പക്ഷെ ഒരു കേഡർ സ്വഭാവമുണ്ട്. കേഡർ സ്വഭാവമുണ്ട്, പണം ധാരാളം ഉണ്ട് താൻ. അതിനെതിരെയാണല്ലോ PDP വന്നത്. മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ട് PDP ശക്തമാകും. മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ലീഗിന്റെ കൊടക്കീഴിലോട്ട് വന്നുകൊണ്ടിരിക്കും. എല്ലാ ഏകദേശം വെൽഫെയർ പാർട്ടിയും. പക്ഷേ ഒവൈസിയുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വളരെ വലിയ വളർച്ച ഉണ്ടാക്കി, ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. ആ ഒവൈസി എന്ന് പറയുന്ന ഹൈദരാബാദിൽ നിന്നുള്ള MP ആ ഒറ്റയാൾ പട്ടാളം കൊണ്ട് ദേശീയ തലത്തിൽ മാത്രമാണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയവരിൽ ഒരാളാണ്. പരുഷമായിട്ട് മോദിയെയും BJPയെയും വിമർശിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ചെന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട്. ചെകുട്ടത്ത് പാകിസ്ഥാനിട്ട് അടി കൊടുത്തുകൊണ്ട് 22 കോടി മുസ്ലിങ്ങളുള്ള രാജ്യമായത്, നിങ്ങൾ അതിൽ താഴെ വരൂ, അപ്പം നിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യമൊന്നും പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാം, ഇവിടെ കയറി കളിക്കണ്ട, അടിച്ച് നിരപ്പാക്കുമെന്ന് തന്നെ നല്ല ധാർഷ്ട്യമുള്ള ഭാഷയിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം ഇത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ മലപ്പുറത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളും ദേശീയ മുസ്ലിങ്ങളാണ്. തൻ്റെ മകനെ കാശ്മീരിൽ റിക്രൂട്ട് ചെയ്ത് തീവ്രവാദിയാക്കി എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ശവം മയ്യത്ത് പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഒരു അമ്മയുള്ള നാടാണിത്. പക്ഷേ ആ സ്നേഹത്തെ വർഗീയ വെറി കൊണ്ട് മലീമസപ്പെടുത്തുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ അല്ലത്, ഒരു ന്യൂനപക്ഷത്തിൻ്റെ SDPIയെ പോലുള്ള, PFനെ പോലുള്ള, ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള, വെൽഫെയർ പാർട്ടിയെ പോലുള്ള ചില സംഘടനകളും ചില മാധ്യമങ്ങളും ചില മീഡിയയും, ചിലതില്ല 1-2 മീഡിയ,
അവർ പ്രചരിപ്പിക്കുന്ന ആ വർഗീയ വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങൾ മലബാറിലെ വളരെ സത്യസന്ധരായിട്ടുള്ള മുസ്ലിങ്ങളെ പോലും വിഷലിപ്തമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ വിഷലിപ്തമായതിനെ തള്ളി പറയാൻ മുസ്ലിം ലീഗോ ഒരു മത പുരോഹിതനോ റെഡിയല്ല. തള്ളിപ്പറയാൻ തയ്യാറായ ചേകന്നൂർ മൗലവിയുടെ പൊടി പോലും അവശേഷിക്കാത്ത വിധം, ഒരു തെളിവ് പോലും അവശേഷിക്കാത്ത വിധം ഭസ്മമാക്കുകയും ചെയ്തു. ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധി എന്തെന്ന് പറഞ്ഞപ്പോൾ, കൊടുവള്ളിയിൽ നിന്ന് ആദ്യമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി തോറ്റു തുന്നം പാടി. കൊടുവള്ളിയാണോ കുറ്റിയാടി? കുറ്റിപ്പുറം. ഒന്നുമില്ല, അതിനുശേഷമാണ് കെ ടി ജലീൽ. അതെ, കുറ്റിപ്പുറത്തു നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തോറ്റത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായി പോയി. ഐസ്ക്രീം പാർലർ കേസാണ് അതിന് നിദാനം. എങ്കിലും ആ തോൽവിക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ സ്വഭാവം ഒന്ന് മാറി. ഈ മതേതര സ്വഭാവം കാത്തു സൂക്ഷിച്ചിരുന്ന പാർട്ടി വെറിയുള്ള മതവിദ്വേഷവും മതേതരത്വം എന്ന് പറയുന്നത് പോളിസിയായിട്ട് സ്വീകരിക്കാത്ത, ഇന്ത്യയെ 2040 മലബാറിനെ മാത്രമല്ല, മലബാർ ഇപ്പോൾ ഏകദേശം അങ്ങനെയാണ്, 2047 കേരളത്തെ, ഇന്ത്യയെ മുഴുവൻ ഒരു ഏകമത രാജ്യമാക്കണമെന്ന് ആശിക്കുന്ന, അതിനുവേണ്ടി രഹസ്യമായിട്ടും ഗൂഢമായിട്ടും പ്രവർത്തിക്കുന്ന പാർട്ടിയെ സഹായിക്കുന്ന സംഘടനകളുമായിട്ടും ഇപ്പോൾ അതൊരു ചങ്ങാത്തം കൂടിയിരിക്കുന്നു. ഇത് വളരെ അപകടകരമായിട്ടൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഈ സ്ഥിതിവിശേഷം കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പടരാൻ, ഡൽഹിയിൽ അസ്വസ്ഥരായിട്ടുള്ള ഞാനീ പറഞ്ഞ പോലുള്ള മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. നമുക്കറിയാം തുർക്കുമാൻ ഗേറ്റിലെ വന്ധ്യംകരണം സഞ്ജയ് ഗാന്ധിയുടെയും റുക്സാന സുൽത്താനയുടെയും അംബിക സോണിയുടെയും ഒക്കെ അന്നത്തെ യൂത്ത് ബ്രിഗേഡ് നടത്തിയ വന്ധ്യംകരണം, നിർബന്ധിത വന്ധ്യംകരണം ഏറ്റവും കൂടുതൽ ബാധിച്ചതും പ്രതിഷേധിച്ചതും മുസ്ലിങ്ങളാണ്. ഡൽഹി ഇമാം പോലും വന്ന് അതുവരെ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ഡൽഹി ഇമാം പോലും വന്ന് ജനതാ പാർട്ടിയുടെ പക്ഷത്തേക്ക് മാറുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രതികാരത്തിൻ്റെ ഫലമായിട്ടാണ് അമേത്തിയിൽ കൂടിയാണ്. ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. അമേത്തിയിലും റായ്ബറേലിയിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും ഒക്കെ തന്നെ. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ, അവർക്ക് സീറ്റുകൾ പോലും നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതുപോലെയുള്ള ദേശവിരുദ്ധ സെൻട്രിഫ്യൂഗൽ പ്രവണതകൾക്ക് വളം വെച്ചു കൊടുക്കാൻ ഇത് സഹായിക്കൂ. ഈ മുസ്ലിം ലീഗ് ആഞ്ഞു പിടിച്ചിട്ടും തമിഴ്നാട്ടിൽ DMKയുടെ സഹായത്തോടു കൂടി ഒരു സീറ്റ് നേടിയെന്നല്ലാതെ CPMന് രാജസ്ഥാനിലോ അല്ലെങ്കിൽ കാശ്മീരിൽ പോലുമോ തരിഗാമി, അവരുടെ MLA ഉണ്ട് അവിടെ, ആ തരിഗാമി നേടിയ നേട്ടം പോലും നേടാനോ ഇന്ന് വരെ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല. ഹിന്ദി ബെൽറ്റ് അല്ല, മുസ്ലിം ബെൽറ്റുകളായിട്ടുള്ള ഹിന്ദി പ്രദേശങ്ങളിൽ പോലും, ബീഹാർ, അതുപോലെ ഉത്തർപ്രദേശ്, അവരുടെ പോക്കറ്റുകളുണ്ട്. മുസ്ലിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അങ്ങോട്ട് പ്രവേശനം കൊടുക്കാത്ത ഈ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നുള്ള പ്രദേശങ്ങളുണ്ടെന്ന് ഉത്തർപ്രദേശിലെ സംഭൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവിടെയാണ് ഹിന്ദു പോപ്പുലേഷൻ വളരെ ഗണ്യമായിട്ട് കുറയുകയും മുസ്ലിം പോപ്പുലേഷൻ കൂടുകയും ഒക്കെ ചെയ്യുന്ന സംഭവം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇവരിപ്പോൾ അവരുടെ ആസ്ഥാന മന്ദിരമൊക്കെ തുടങ്ങി മറ്റു പല സംസ്ഥാനങ്ങളിലും ഒന്ന് കടന്നു കയറാമെന്ന് ഒരു പക്ഷേ ലീഗ് കരുതുന്നുണ്ടാകാം. പണ്ടേ തുടങ്ങിയ മോഹമായി. ഇത് നടക്കാൻ പോകുന്നില്ല. പിന്നെ കേരളത്തില് എന്തായാലും കോൺഗ്രസിന് വലിയ ഭാവിയില്ല. ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ ഭാവി ഇരുളടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ലീഗിനെ പോലുള്ള ഒരു പാർട്ടിക്ക് ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ NDA സഖ്യത്തിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരുമോ? അതൊക്കെ കൊണ്ട് മുന്നേറായിട്ടാണോ ഈ ആസ്ഥാന മന്ദിരം? NDA ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്താണ് കാര്യം? അടിസ്ഥാനപരമായിട്ട് ചരിത്രം അവരെ പഠിപ്പിക്കുന്നത് ആ വിഭജന കാലത്തെ ആ മുറിവ്, അതാണ് ഉണങ്ങിയിട്ടില്ലാത്ത മുറിവാണ്. കാരണം അതിന്റെ അനുഭവസ്ഥർ ഇപ്പോഴും അവരുടെ അനന്തര തലമുറകൾ ഇപ്പോഴും പൂർവീയ നേതാക്കളാ അതെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ചോരക്കറ ഇവരുടെ കൈകളിലും കാണും. അതെ, ഈ വർഗീയ കറ, അതിന്റെ അനുഭവം അവരുടെ മനസ്സിലുണ്ട്. തന്നെയുമല്ല, അവരെല്ലാം ഈ സനാതന സംസ്കാരത്തെ ആദരിക്കുന്നവരും അച്ഛനെയും അമ്മയും ആദരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. അധികാരത്തിന് വേണ്ടി കൊല നടത്തുക എന്നുള്ളത് അതിന് ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലത്തോ മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്തോ എന്തെങ്കിലും നമ്മൾ ചാലൂക്യരുടെ കാലത്തുണ്ടായിട്ടുണ്ടോ? പുലികേശിയുടെ കാലത്തുണ്ടായിട്ടുണ്ടോ? ചോള സാമ്രാജ്യത്തിന്റെ കാലത്തുണ്ടോ? പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്തുമില്ല. പക്ഷെ മുഗളന്മാർ വന്നതോടുകൂടി തന്നെ അതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം മറ്റൊരു സംസ്കാരത്തിന്റെ അധിനിവേശം ഉണ്ടായി, പാടെ മാറി. ആ ഒരു സംസ്കാരത്തിലേക്ക് ഇനിയും തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത വലിയൊരു ജനവിഭാഗമാണ് വടക്കേ ഇന്ത്യ മുഴുവനുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അവിടെ ഒരു പദമുദ്ര സ്ഥാപിക്കാൻ, ഒരു ഫുട് പ്രിന്റ് സ്ഥാപിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതാണ് കാര്യം.
പക്ഷെ ഒവൈസിയെ പോലുള്ള ആൾക്കാർ ഹൈദരാബാദിൻ്റെ പ്രശ്നങ്ങൾ, നിസാമിൻ്റെ പിൻഗാമിയാണ്. ആ ഹൈദരാബാദ് നൈസാമിൻ്റെ പിൻഗാമികളായിട്ടുള്ള റസാക്കർമാരുടെ, അവർ പാവപ്പെട്ടവർ ഒരുപാട് ഉപദ്രവിച്ച ആൾക്കാരാണ് അവർ, നമ്മുടെ ഈ കൊല്ലും കൊലയുമായിട്ട് നടന്ന മാടമ്പികളെ പോലെ റസാക്കർമാർ. അപ്പോൾ അവരുടെ പിൻഗാമികളായിട്ടുള്ള പണമുണ്ട്, ശക്തമായിട്ടുള്ള ഇവർ ആൾക്കാരെ സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒവൈസിയുടെ വിജയം. തന്നെയല്ല, സത്യസന്ധനുള്ള കാര്യം തുറന്നു പറയുന്ന ആളാണ്, ഒരു കള്ളനല്ല. പക്ഷേ മുസ്ലിം ലീഗിന് ഇവിടെ ഒരു കാപട്യം കാണേണ്ടി വരും. കാരണം അവർ വർഗീയ പാർട്ടിയല്ല, മതേതര പാർട്ടിയാണെന്ന് പറയും, മുസ്ലിം ലീഗ് എന്നുള്ള പേര് വെക്കും, എന്നിട്ട് തീവ്രവാദികളെ പ്രൊട്ടക്റ്റ് ചെയ്യും, എതിരായിട്ടൊന്നും പറയാതിരിക്കും. നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒരുതരം സംരക്ഷണമാണ്, അത് ചെയ്യും. അവിടെയാണ് കാപട്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്കോപ്പ് വളരെ കുറവാണ്, പക്ഷെ പണം ധാരാളമുണ്ട്. അപ്പോൾ അവിടെ സ്ഥാപനം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡൽഹിയിൽ കുറച്ച് ഇൻഫ്ലുവൻസറായിട്ട് മാറാം എന്നുള്ളൊരു വിചാരം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. ഇതുകൊണ്ട് ഇപ്പോൾ MP സ്ഥാനം ഒന്നും അടുത്ത കാലത്തെങ്ങും കിട്ടാൻ പോകുമെന്ന് നമുക്ക് വിചാരിക്കേണ്ടതുമില്ല. മുസ്ലിം ലീഗിനും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് കരുതേണ്ടതുമില്ല.